എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ആ നിമിഷം ഈശോ എന്നോട് ചോദിച്ചു, എൻ്റെ കുഞ്ഞേ, നിന്റെ ധ്യാനം എങ്ങനെ പോകുന്നു? ഞാൻ പറഞ്ഞു, ഈശോയെ, അതെങ്ങനെ പോകുന്നെന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ. ഉവ്വ്, ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ അധരങ്ങളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്നും അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ എൻ്റെ ഗുരുനാഥ, അങ്ങ് എന്നെ നയിക്കുമ്പോൾ എല്ലാം ഭംഗിയായി നടക്കുന്നു. കർത്താവെ, അങ്ങ് എൻ്റെ അടുക്കൽ നിന്ന് പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈശോ പറഞ്ഞു, അതെ, നീ യാതൊന്നിനെയും ഭയപ്പെടാതെ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ ആയിരുന്നാൽ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇവിടെ ഞാൻ നിന്റെ ആരംഭമായിരിക്കുന്നത് പോലെ അന്ത്യവുമായിരിക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും സൃഷ്ടികളിൽ ആശ്രയം വയ്ക്കരുത്. അതെനിക്ക് അനിഷ്ടം ഉളവാക്കും. നിന്റെ ആത്മാവിൽ ഞാൻ മാത്രമായിരിക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം. നിന്റെ ആത്മാവിന് വേണ്ട വെളിച്ചവും ശക്തിയും ഞാൻ തരുന്നതാണ്. ഞാൻ നിന്നിലാണെന്ന് എൻ്റെ പ്രതിനിധിയിലൂടെ നീ മനസ്സിലാക്കും. സൂര്യൻ്റെ പ്രകാശത്തിൽ മഞ്ഞ് അപ്രത്യക്ഷമാകുന്നത് പോലെ നിന്റെ സംശയങ്ങൾ മാറിപ്പോകും. ഓ പരമമായ നന്മയെ, ഭൂമിയിൽ മുമ്പ് ആരും സ്നേഹിക്കാത്തതുപോലെ ഗാഢമായി അങ്ങയെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ തിരുമനസ്സിനോട് എൻ്റെ മനസ്സിനെ ഐക്യപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതം വിരസമോ ഇമ്പമില്ലാത്തതോ അല്ല. പരിമളം പരത്തുന്ന പുഷ്പങ്ങളാൽ നിബിഡമായ ഒരു ഉദ്യാനമാണത്. സഹനത്തിൻ്റെ ലില്ലി പുഷ്പത്തെയോ, സഹോദര സ്നേഹത്തിൻ്റെ റോസാപ്പൂവിനെയോ, എളിമയുടെ വയലറ്റ് പൂവിനെയോ ഏതിനെയാണ് ആദ്യം പറിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അനുദിനം സമൃദ്ധമായിരിക്കുന്ന ഈ നിക്ഷേപങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. ഒരു നിമിഷത്തെ എങ്ങനെ പൂർണ്ണമായി വിനിയോഗിക്കാമെന്നുള്ള അറിവ് വലിയ കാര്യമാണ്. ഈശോയെ, പരമമായ പ്രകാശമേ, എന്നെ തന്നെ മനസ്സിലാക്കാനുള്ള കൃപ തരണമേ. അങ്ങയുടെ പ്രകാശത്താൽ അന്ധകാരവൃതമായിരുന്ന എൻ്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ ഗർത്തത്തെ നിറയ്ക്കണമേ. അങ്ങ് മാത്രം. ഓ വഴിയും സത്യവും ജീവനുമായ എൻ്റെ ഈശോയെ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കുന്നത് പോലെ എന്നെ അങ്ങയോട് ചേർത്തണയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാനൊരു ബലഹീനയായ കുഞ്ഞു മാത്രമല്ല, ദുരിതങ്ങളുടെയും ഇല്ലായ്മയുടെയും ഒരു കൂമ്പാരം തന്നെയാണ്. ആത്മാവിൻ്റെ രഹസ്യം, വിൽന്യൂസ്, 1934. ഒരവസരത്തിൽ എൻ്റെ കുമ്പസാരക്കാരൻ ചിത്രത്തിലെ 2 പ്രകാശരശ്മികളുടെ അർത്ഥം എന്തെന്ന് ഈശോയോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ കർത്താവിനോട് ചോദിക്കാം. പ്രാർത്ഥനാ സമയത്ത് എൻ്റെ ഉള്ളിൽ ഞാൻ ഈ വാക്കുകൾ കേട്ടു. ഈ 2 പ്രകാശരശ്മികൾ രക്തത്തെയും വെള്ളത്തെയും സൂചിപ്പിക്കുന്നു. മങ്ങിയ നിറമുള്ള രശ്മികൾ ആത്മാക്കളെ നീതീകരിക്കുന്ന വെള്ളത്തെയും, ചുവന്ന രശ്മികൾ ആത്മാക്കളുടെ ജീവനായ രക്തത്തെയും സൂചിപ്പിക്കുന്നു. കുരിശിൽ എൻ്റെ പീഡിപ്പിക്കപ്പെട്ട ഹൃദയം കുന്തത്താൽ കുത്തി പിളർക്കപ്പെട്ടപ്പോൾ എൻ്റെ മൃദുലമായ കരുണയുടെ ആഴത്തിൽ നിന്ന് ഈ 2 രശ്മികളും ബഹിർഗമിച്ചു. എൻ്റെ പിതാവിൻ്റെ കോപത്തിൽ നിന്ന് ആത്മാക്കളെ മറയ്ക്കുന്ന പരിചയാണ് ഈ രശ്മികൾ. ഈ രക്ഷാസങ്കേതത്തിൽ വസിക്കുന്നവൻ സന്തോഷവാൻ. എന്തെന്നാൽ ദൈവത്തിൻ്റെ നീതിയുടെ കരങ്ങൾ അവൻ്റെ മേൽ പതിക്കുകയില്ല. ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിശ്വസ്തദാസനോട് ഫാദർ സൊപ്പോച്കോ പറയുക, ഈ ദിവസം ദൈവം ലോകം മുഴുവനോടും എൻ്റെ വലിയ കരുണയെപ്പറ്റി പറയണം. എൻ്റെ വിശ്വസ്തദാസനോട് ഫാദർ സൊപ്പോച്കോ പറയുക, ഈ ദിവസം അദ്ദേഹം ലോകം മുഴുവനോടും എൻ്റെ വലിയ കരുണയെപ്പറ്റി പറയണം. ഈ ദിവസം ജീവൻ്റെ ഉറവിടത്തെ സമീപിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ പാപമോചനവും ശിക്ഷയിൽ നിന്ന് ഇളവും ലഭിക്കും. വിശ്വാസത്തോടെ എൻ്റെ കരുണയിലേക്ക് തിരിയുന്നതുവരെ മനുഷ്യകുലം സമാധാനം കണ്ടെത്തുകയില്ല. ഓ ആത്മാവിൻ്റെ അവിശ്വസ്തത മൂലം ഞാൻ എത്രമാത്രം വേദനിക്കുന്നു. ഞാൻ പരിശുദ്ധനും നീതിമാനുമാണെന്ന് ഈ ആത്മാക്കൾ ഉദ്ഘോഷിക്കുന്നു. എന്നാൽ എൻ്റെ കരുണയിൽ വിശ്വസിക്കുകയോ എൻ്റെ നന്മയിൽ ആശ്രയിക്കുകയോ ചെയ്യുന്നില്ല. പിശാചുക്കൾ പോലും എൻ്റെ നീതിയെ പുകഴ്ത്തുന്നു, എന്നാൽ അവർ എൻ്റെ നന്മയിൽ വിശ്വസിക്കുന്നില്ല. കരുണ എന്ന നാമധേയത്തിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. കരുണയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവവിശേഷമെന്ന് പ്രഘോഷിക്കുക. എൻ്റെ കരവേലകളെല്ലാം കരുണയാൽ മഹിമയണിഞ്ഞിരിക്കുന്നു. ഓ നിത്യമായ സ്നേഹമേ, അങ്ങ് സൃഷ്ടിച്ച എല്ലാ ആത്മാക്കളും അങ്ങേ അറിയാനിടയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വൈദികനായിരുന്നെങ്കിൽ അല്ലെന്ന് ഞാൻ ആശിക്കുന്നു.
എന്തെന്നാൽ നിരാശയിൽ മുഴുകിയിരിക്കുന്ന പാപികളോട് നിരന്തരം അങ്ങയുടെ കരുണയെപ്പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മിഷണറിയായി അപരിഷ്കൃത രാജ്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ വെളിച്ചമെത്തിക്കാനും ആത്മാക്കൾക്ക് അങ്ങയെ വെളിപ്പെടുത്തി കൊടുക്കാനും അവർക്ക് വേണ്ടി ബലിയാകാനും അങ്ങ് അവർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും മരിച്ച പോലെ ഒരു രക്തസാക്ഷിയായി മരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഓ ഈശോയെ, അങ്ങയോടും അമർത്യമായ ആത്മാക്കളോടുമുള്ള സ്നേഹത്താൽ എന്നെ പൂർണ്ണമായി ശൂന്യവൽക്കരിച്ചാൽ മാത്രമേ എനിക്കൊരു വൈദികനോ മിഷണറിയോ വചനപ്രഘോഷകനോ രക്തസാക്ഷിയോ ആകാൻ പറ്റുകയുള്ളൂ എന്നത് ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. വലിയ സ്നേഹത്തിന് ചെറിയ കാര്യങ്ങളെ വലിയ കാര്യങ്ങളാക്കി മാറ്റാൻ കഴിയും. സ്നേഹമാണ് നമ്മുടെ പ്രവൃത്തികളുടെ മൂല്യം നിശ്ചയിക്കുന്നത്. നമ്മുടെ സ്നേഹം എത്രമാത്രം നിർമ്മലമാണോ അത്രമാത്രം സഹനത്തിൻ്റെ കാഠിന്യവും കുറഞ്ഞിരിക്കും. സഹനം ഒരു സഹനമായി അനുഭവപ്പെടുകയില്ലെന്ന് മാത്രമല്ല, അതൊരു ആനന്ദമായി മാറും. ദൈവാനുഗ്രഹത്താൽ എനിക്ക് അപ്രകാരം ഒരവസ്ഥ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ തുടിപ്പിലും ഞാൻ സ്നേഹിക്കുന്ന യേശുവിനു വേണ്ടി സഹിക്കുന്നത് എനിക്കേറ്റവും ആനന്ദപ്രദമാണ്. ഒരിക്കൽ ഞാൻ വളരെ സഹനം അനുഭവിച്ചപ്പോൾ എൻ്റെ ജോലി ഉപേക്ഷിച്ച് ഈശോയുടെ അടുക്കൽ ചെന്ന് അവിടുത്തെ ശക്തിക്കായി യാചിച്ചു. ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് ശേഷം ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. അപ്പോൾ ഒരു സിസ്റ്റർ ജസ്റ്റിൻ ആയിരിക്കും, എന്നോട് പറഞ്ഞു, സിസ്റ്റർ, നിനക്കിന്ന് ധാരാളം സമാശ്വാസങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും. നീ വളരെ പ്രസന്നവതിയായിരിക്കുന്നല്ലോ. തീർച്ചയായും ദൈവം നിനക്ക് യാതൊരു സഹനവും തരാതെ സമാശ്വാസങ്ങൾ മാത്രം നൽകുന്നു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ, നീ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്തെന്നാൽ ഞാൻ കൂടുതൽ സഹിക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷവതിയാകുന്നത്. ഞാൻ കുറച്ച് സഹിക്കുമ്പോൾ എൻ്റെ സന്തോഷവും കുറയുന്നു. എന്നാൽ ആ സിസ്റ്ററിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് ബോധ്യപ്പെട്ടതിനാൽ ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. നാം സഹിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കാനുള്ള അവസരമാണെന്നും നാം കുറച്ച് സഹിക്കുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം പ്രകടമാക്കാനുള്ള അവസരം കുറയുകയാണെന്നും നാം ഒട്ടും സഹിക്കാതിരിക്കുമ്പോൾ നമ്മുടെ സ്നേഹം വലുതോ നിർമ്മലമോ അല്ലെന്നും ഞാൻ പറഞ്ഞു. സഹിക്കുന്നത് ആനന്ദമായി അനുഭവപ്പെടുന്ന ഒരവസ്ഥ ദൈവകൃപയാൽ പ്രാപിക്കാൻ നമുക്ക് കഴിയും. സ്നേഹത്തിന് വിശുദ്ധാത്മാക്കളിൽ ഇപ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കും. ഓ എൻ്റെ ഈശോയെ, എൻ്റെ ഏക ആശ്രയമേ, എൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ ഞാൻ തുറന്നു വച്ച ഗ്രന്ഥത്തിനായി ഓ എൻ്റെ ഈശോയെ, എൻ്റെ ഏക ആശ്രയമേ, എൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ അങ്ങ് തുറന്നു വച്ച ഗ്രന്ഥത്തിനായി ഞാൻ നന്ദി പറയുന്നു. എന്നോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് അനുഭവിച്ച പീഡാസഹനത്തിൻ്റെ ഗ്രന്ഥമാണത്. ദൈവത്തെയും സഹോദരങ്ങളെയും എപ്രകാരം സ്നേഹിക്കണമെന്നത് ഈ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഈ പുസ്തകത്തിൽ അക്ഷയമായ നിധികൾ നമുക്ക് കണ്ടെത്താം. ഓ ഈശോയെ, എത്ര കുറച്ച് ആത്മാക്കളാണ് അങ്ങയുടെ സ്നേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഓ അങ്ങയുടെ തിരുഹൃദയത്തിൽ എരിയുന്ന പരിശുദ്ധ സ്നേഹത്തിൻ്റെ ജ്വാല എത്ര തീക്ഷ്ണമാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്ന ആത്മാക്കൾ എത്ര ഭാഗ്യവാന്മാർ. ആത്മാക്കൾ തങ്ങളുടെ നിത്യാനന്ദമായി അങ്ങയെ തിരിച്ചറിയണമെന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങയുടെ നന്മയിൽ വിശ്വസിച്ച് അവിടുത്തെ അനന്തമായ കരുണയെ പുകഴ്ത്തണമെന്നാണ് ഞാൻ തീവ്രമായി ആശിക്കുന്നത്. ഞങ്ങളുടെ നിയമങ്ങളുടെ ചൈതന്യത്തിൽ നിന്നും നിസ്സാരമായ നടപടിക്രമങ്ങളിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുന്ന എല്ലാ സ്വാധീനങ്ങളെയും ചെറുത്ത് നിൽക്കാനും അതിൽ നിന്ന് മുക്തി പ്രാപിച്ച ഒരു പ്രകൃതി ലഭിക്കാനുമുള്ള കൃപയ്ക്കായി ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന ചെറുകീടങ്ങൾ പോലെയാണ് ലഘുവായ പാപങ്ങൾ. ഈ ലഘുവായ പാപങ്ങളെപ്പറ്റി അറിവുണ്ടായിട്ടും നിസ്സാരമായ കാര്യങ്ങളായി കരുതി അവയെ അവഗണിച്ചാൽ അത് നമ്മുടെ ആത്മീയ ജീവനെ നശിപ്പിക്കും. പ്രകോപനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇരയാകുമെങ്കിലും സാരമില്ല. നിയമത്തിൻ്റെ ചൈതന്യത്തിനും വ്രതങ്ങൾക്കും സന്യാസ നിയമങ്ങൾക്കും എൻ്റെ ആത്മാവ് വിധേയപ്പെട്ടിരുന്നാൽ മാത്രം മതി. ഓ എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമേ, അങ്ങ് എൻ്റെ അഭിലാഷങ്ങൾ അറിയുന്നല്ലോ. ജീവിച്ചിരിക്കുന്നെങ്കിലും മരിച്ചൊരു വ്യക്തിയെപ്പോലെ ജനശ്രദ്ധയിൽ നിന്ന് മറിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാട്ടുപുഷ്പത്തെ പോലെ നിർമ്മലമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും സൂര്യനിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു പുഷ്പത്തെ പോലെ എൻ്റെ സ്നേഹം എപ്പോഴും അങ്ങയിലേക്ക് തിരിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയപുഷ്പത്തിൻ്റെ പരിമളവും പുതുമയും അങ്ങേക്ക് വേണ്ടി മാത്രം എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ഞാൻ ആശിക്കുന്നു. അങ്ങയുടെ കൃപാകടാക്ഷത്തിന് കീഴിൽ ജീവിക്കാൻ ഞാൻ അഭിലഷിക്കുന്നു. എനിക്ക് അങ്ങയെ മാത്രം മതി. ഈശോയെ, അങ്ങയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഞാനൊന്നും ഭയപ്പെടുകയില്ല.
ഒന്നിനും എന്നെ ഉപദ്രവിക്കുവാൻ സാധ്യമല്ല. 1934 ഒരിക്കൽ നോമ്പുകാലത്ത് ഞങ്ങളുടെ ഭവനത്തിൻ്റെയും ചാപ്പലിൻ്റെയും മുകളിൽ വലിയൊരു പ്രകാശവും വലിയ അന്ധകാരവും ഞാൻ കണ്ടു. ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള പോരാട്ടവും ഞാൻ ദർശിച്ചു. 1934 പെസഹ വ്യാഴം. ഈശോ എന്നോട് പറഞ്ഞു, പാപികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നീ സ്വയം സമർപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവവും ആത്മാക്കളും ഒരു സമർപ്പണം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ദൈവകരുണയിൽ ശരണപ്പെടാത്ത ആത്മാക്കൾക്ക് വേണ്ടി രക്ഷകനായ ഈശോയോട് ഇന്ന് എന്നെ തന്നെ ഐക്യപ്പെടുത്തി സ്വർഗത്തെയും ഭൂമിയെയും സകല മാലാഖമാരെയും ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തെയും എല്ലാ സ്വർഗീയ ശക്തികളെയും സാക്ഷി നിർത്തി എന്നെ സ്വമേധയാ ത്രിയേക ദൈവത്തിന് സമർപ്പിക്കുന്നു. ഈ സമർപ്പണത്തിലൂടെ പാപികൾ അനുഭവിക്കുന്ന എല്ലാ പീഡകളും സഹനങ്ങളും ഭയപ്പാടുകളും ദൈവത്തിൻ്റെ മനസ്സിന് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് സ്വീകരിക്കാനും പകരമായി ദൈവവുമായുള്ള എൻ്റെ ഐക്യത്തിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാ സമാശ്വാസങ്ങളും അവർക്ക് നൽകാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അർപ്പിക്കുന്ന ബലികളും ദിവ്യകാരുണ്യ സ്വീകരണവും പ്രായശ്ചിത്ത പ്രവൃത്തികളും പരിത്യാഗങ്ങളും പ്രാർത്ഥനകളും ഒറ്റവാക്കിൽ പറഞ്ഞാൽ എൻ്റെ സമസ്തവും ഞാൻ അവർക്കായി സമർപ്പിക്കുന്നു. ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുന്നതിനാൽ ശിക്ഷാവിധികളെയോ ദൈവനീതിയുടെ പ്രഹരങ്ങളെയോ ഞാൻ ഭയപ്പെടുന്നില്ല. എൻ്റെ ദൈവമേ, അവിടുത്തെ നന്മയിൽ ശരണപ്പെടാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഇപ്രകാരം പരിഹാരം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രത്യാശയ്ക്കും അതീതമായ പ്രത്യാശയായ അവിടുത്തെ കരുണക്കടലിൽ ഞാൻ ശരണപ്പെടുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഭാഗധേയമേ, എന്നുമെന്നും എൻ്റെ ഭാഗധേയമേ. ഈ സമർപ്പണം എൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടല്ല, മറിച്ച് ഈശോ മിശിഹായുടെ യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഈശോയെ, അങ്ങ് തന്നെ എന്നെ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ ആത്മസമർപ്പണം ഞാൻ എന്നും നവീകരിക്കുന്നതാണ്. ഓ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു.